Derive the expressions for time of flight, maximum height, horizontal range of a projectile motion. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യമാണ്. പ്രൊജക്ടൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, അതുപോലെ ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ 3 ഇക്വേഷൻസിന്റെ ഡെറിവേഷൻ സ്ഥിരം നമുക്ക് ക്വസ്റ്റ്യൻസിനകത്ത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് ഡെറൈവ് ചെയ്യാം. അതിന് മുമ്പ് പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെക്കാറുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഡെറിവേഷനിലേക്ക് കടക്കാൻ. ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ പ്രൊജക്ടൈൽ മോഷന്റെ ഡെറിവേഷൻസ് ചെയ്യാനാണെങ്കിലും പ്രൊജക്ടൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ നിങ്ങൾ അത് നോട്ട് ചെയ്ത് നോക്കണം. ആദ്യം പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഫുട്ബോൾ ഒരു ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ കിക്ക് ചെയ്യുന്നു. നമുക്ക് ഫുട്ബോൾ കിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കും, ആ ബോൾ ഇങ്ങനെ ഒരു പാത്രത്തോട് ഇങ്ങനെ പോയിട്ട് വേറെ സ്ഥലത്ത് വന്ന് വീഴുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു പാരബോളിക് പാത്തിലുള്ള ഈ ടൈപ്പ് ഓഫ് മോഷനെ നമ്മൾ എന്ത് വിളിക്കുന്നറിയോ? പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ ത്രോ ചെയ്ത ഒബ്ജക്റ്റ് ഒരു പാരബോളിക് പാത്തിൽ ഫോളോ ചെയ്യുന്നതിനെയാണ് പ്രൊജക്ടൈൽ മോഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആക്ച്വൽ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വസ്തുവിനെ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞിട്ട് അത് താഴോട്ട് വീഴുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന പാത്ത് സത്യത്തിൽ പ്രൊജക്ടൈൽ മോഷനാണ്. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു 2 ഡയമെൻഷണൽ പ്രൊജക്ടൈൽ മോഷൻ. അതായത് ഈ മോഷൻ നമുക്ക് 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് എക്സ് കമ്പോണന്റിന്റെ സഹായത്തോടെ എക്സ് ഡയറക്ഷനുള്ള മോഷനായിട്ട് ഇതിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ വൈ ഡയറക്ഷനുള്ള ഒരു മോഷനായിട്ട് ഇതിനെ നമുക്ക് പറയാം. അതായത് ഇവിടെ നോക്കി ഒരേ സമയം ഈ സാധനം എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കി ഇതാണ് എക്സ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിൽ ഈ സാധനം മൂവ് ചെയ്യുന്നുണ്ട്. അതേ സമയം തന്നെ നോക്കി നമ്മുടെ വെർട്ടിക്കലായിട്ടുള്ള വൈ ഡയറക്ഷനിൽ ഈ ഒബ്ജക്റ്റ് വരുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് ആയിട്ട് വരുമ്പോൾ എന്ത് വരുന്നത്? ഈ ടൈപ്പ് ഒരു പാരബോളിക് പാത്ത് നമുക്ക് കിട്ടുന്നു. നിങ്ങൾ ഇത്രയെങ്കിലും മനസ്സിലാക്കാം. പ്രൊജക്ടൈൽ മോഷനകത്ത് 2 ഡയറക്ഷനുള്ള മോഷൻ ഉണ്ട്. എക്സ് ഡയറക്ഷനുള്ള മോഷൻ ഉണ്ട്, വൈ ഡയറക്ഷനുള്ള മോഷൻ ഉണ്ട്. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അതായത് എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും മോഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ 2 ഡയറക്ഷനുകളിലും ചലനം ഉണ്ടെങ്കിൽ അവിടെ എക്സ് ഡയറക്ഷനുള്ള വെലോസിറ്റിയും കാണും, വൈ ഡയറക്ഷണൽ വെലോസിറ്റി കാണും. എക്സ് ഡയറക്ഷനുള്ള ആക്സിലറേഷനും കാണും, വൈ ഡയറക്ഷനുള്ള ആക്സിലറേഷനും കാണും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ മോഷനാണ്. അതിന് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും മോഷൻ ഉണ്ട്. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും മോഷൻ ഉള്ളതുകൊണ്ട് തന്നെ എക്സ് ഡയറക്ഷനും അല്ലെങ്കിൽ എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്, വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്. എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ട്, അതുപോലെ വൈ ഡയറക്ഷനിലും ആക്സിലറേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എക്സ് ഡയറക്ഷൻ പറയുമ്പോൾ എന്താ? ഈ ഡയറക്ഷൻ അറിയോ? ഈ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഉണ്ടോ? ഈ ഡയറക്ഷനാണ് എക്സ് ഡയറക്ഷൻ. വൈ ഡയറക്ഷൻ പറയുമ്പോൾ ഇതൊക്കെയാണ് മുകളിലോട്ടുള്ള ഈ ഡയറക്ഷൻ, ഇതൊക്കെയാണ് വൈ ഡയറക്ഷൻ. അല്ലെങ്കിൽ നമ്മൾ വൈ ആക്സിസ് എന്ന് പണ്ട് പോലെ പഠിച്ചിട്ടില്ലേ? ഈ ഡയറക്ഷനാണ് ഈ വെർട്ടിക്കലായിട്ടുള്ള ഈ ഡയറക്ഷൻ, കുത്തനെ താഴോട്ടുള്ള ഈ ഡയറക്ഷനാണ് എന്ത്? വൈ ഡയറക്ഷൻ, മുകളിലോട്ടോ താഴോട്ടോ ഉണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ പറയാം, ഇനിഷ്യൽ വെലോസിറ്റി എക്സ് കമ്പോണന്റും ഉണ്ട്, വൈ കമ്പോണന്റും ഉണ്ട്. എക്സ് കമ്പോണന്റ് വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് എന്താ അറിയോ? യു കോസ് തീറ്റ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം, ഈ എറിയുന്ന ഇനിഷ്യൽ ഡയറക്ഷനും എക്സ് ആക്സിസും നമ്മൾ ആംഗിൾ തീറ്റ ആണെങ്കിലാണ് എക്സ് കമ്പോണന്റ് വെലോസിറ്റി യു കോസ് തീറ്റയും വൈ കമ്പോണന്റ് വെലോസിറ്റി യു സൈൻ തീറ്റയും ഇതാണ്. കോസ് കമ്പോണന്റ് ആയിട്ട് എപ്പോഴും നമ്മൾ എടുക്കുന്നത് തീറ്റയോട് ചേർന്നുള്ള വശം ഓർത്തോണം. തീറ്റയിൽ അകലെയുള്ള വശം എപ്പോഴും സൈൻ കമ്പോണന്റ് ആയിരിക്കും. അപ്പോൾ ഇനിഷ്യൽ എക്സ് കമ്പോണന്റ് വെലോസിറ്റി യു കോസ് തീറ്റ, അതുപോലെ വൈ കമ്പോണന്റ് വെലോസിറ്റി യു സൈൻ തീറ്റ ആയിരിക്കും. അങ്ങനെ നമ്മൾ പ്രൊജക്ടൈൽ മുകളിലോട്ട് എറിയും. എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? അതിന്റെ വൈ കമ്പോണന്റ് വെലോസിറ്റി 0 ആയി പോകും. അതായത് വൈ ഡയറക്ഷനിൽ ഈ സാധനത്തിന് എന്തില്ല? ഇനി വെലോസിറ്റി ഇല്ല. വൈ കമ്പോണന്റ് വെലോസിറ്റി 0 ആവും. എവിടെയാണ്? ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആകുമ്പോൾ വൈ കമ്പോണന്റ് വെലോസിറ്റി 0 ആവും. ഇനി അതായത് നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് എടുത്ത് മുകളിലോട്ട് എറിഞ്ഞാലും ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ചെല്ലുമ്പോൾ വെലോസിറ്റി 0 ആവുമല്ലോ. ഇനി താഴോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കുന്നറിയോ? വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കൂടി വരും. അപ്പോൾ ആദ്യം വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, അതായത് യു സൈൻ തീറ്റ കുറഞ്ഞ് 0 ആവുന്നു. വീണ്ടും താഴോട്ട് വരുമ്പോൾ വൈ കമ്പോണന്റ് വെലോസിറ്റി കൂടി വരും. അതന്നെ സാറേ എക്സ് കമ്പോണന്റിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. നിൽക്കും മോനെ, എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞ സാധനം എന്താ? യു കോസ് തീറ്റ. ആ സാധനം എന്താണ്? അത് മാറത്തില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട് ഇറ്റ്സ് മോഷൻ. എല്ലാ സ്ഥലത്തും എവിടെ നമ്മൾ നോക്കിയാലും ഈ പ്രൊജക്ടൈൽ മോഷന്റെ ഏതൊരു പോയിന്റ് എടുത്ത് നോക്കിയാലും എന്തായിരിക്കും അറിയോ? എക്സ് കമ്പോണന്റ് വെലോസിറ്റി, എക്സ് ഡയറക്ഷനുള്ള വെലോസിറ്റി എത്ര തന്നെ ആയിരിക്കും അറിയോ? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് യു കോസ് തീറ്റ തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇത്രയും ആദ്യം മനസ്സിലാക്കണം. എക്സ് കമ്പോണന്റ് വെലോസിറ്റി യു കോസ് തീറ്റ, വൈ കമ്പോണന്റ് വെലോസിറ്റി യു സൈൻ തീറ്റ. എക്സ് കമ്പോണന്റ് വെലോസിറ്റി മാറുന്നില്ല, വൈ കമ്പോണന്റ് വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആകുമ്പോൾ വൈ കമ്പോണന്റ് വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയോ? ഇവിടെ ആക്സിലറേഷനെ കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അറിയാമല്ലോ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. വെലോസിറ്റിയിൽ എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ എക്സ് കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ 0 ആണ്. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പം വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടായാലേ ആക്സിലറേഷൻ ഉണ്ടാകത്തുള്ളൂ. എക്സ് കമ്പോണന്റ് വെലോസിറ്റി ചേഞ്ച് ആവുന്നില്ല, അപ്പോൾ പിന്നെ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. ആക്സിലറേഷൻ എന്താണ്? എക്സ് കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ 0 ആണ്. ഇനി വൈ കമ്പോണന്റ് വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ എന്തുണ്ടെന്ന് അറിയോ? ആക്സിലറേഷൻ ഉണ്ട്. ഇവിടുത്തെ ആക്സിലറേഷന്റെ വാല്യൂ എന്താണ്? -g ആണ്. അതായത് -9.8 m/s² ആണ്. അത് എന്ത് ഈ മൈനസ് എഴുതിയുടെ ഉദ്ദേശം? ഈ സംഭവത്തിന്റെ അർത്ഥം എന്താ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ഈ പ്രൊജക്ടൈൽ മുകളിലോട്ട് പോയി തിരിച്ച് താഴെ വരുന്നത് വരെ ഒരു പുള്ളി ഇവനെ താഴോട്ട് പിടിച്ച് വലിക്കുന്ന ആരാ? നമ്മുടെ എർത്ത്. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ എന്ന് ആരുടെ ആക്സിലറേഷൻ അറിയോ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ള പുള്ളിയാണ്. ഇനി എപ്പോഴും എർത്ത് ഇതിനെ എങ്ങോട്ടാണ് വലിക്കുന്നത്? ഈ ഫുട്ബോൾ നോക്കി, ഫുട്ബോൾ ഈ പന്ത് കളിക്കാരെ തട്ടി മുകളിലോട്ട് പോയി ഇത് താഴെ വരുന്നതിന് വരെ ഏതൊരു പോയിന്റ് നോക്കിയാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും അറിയോ? ഡൗൺവേർഡ് ഡയറക്ഷൻ. ക്ലിയറാണല്ലോ? അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് നമ്മളൊരു മൈനസ് സൈൻ ഇട്ട് കൊടുത്തേക്കുന്നതിന്റെ ഉദ്ദേശം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് അറിയോ? ഈ പ്രോബ്ലം, ഈ ഡെറിവേഷനിലേക്ക് നമ്മൾ കിടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സാധനം ഡെറൈവ് ചെയ്യാം. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഡെറൈവ് ചെയ്യാനാണല്ലോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് ആദ്യം ഡെറൈവ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്താൽ മതി പോസ് ചെയ്തിട്ട്. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം മനസ്സിലാക്കണം. അതായത് നമുക്ക് അതിനുവേണ്ടി പ്രൊജക്ടൈൽ മോഷൻ കൺസിഡർ ചെയ്യാം. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ
ഇങ്ങനെ നമ്മൾ 2 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു മാക്സിമം ഹൈറ്റ് വരെ പോകുന്നു, അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് വരുന്നു. ഇതാണല്ലോ പ്രൊജക്ടൈൽ മോഷൻ. അപ്പം നമ്മുടെ ഈ ഒബ്ജക്റ്റിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് O എന്നൊരു പോയിന്റിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് എവിടെ വരുന്നു? A എന്നുള്ള പോയിന്റ് വരുന്നു. അതായത് ഈ യാത്രയ്ക്കെടുത്ത സമയം, Oയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഈ സാധനം തിരിച്ച് Aയിൽ എത്തുന്നത് വരെയുള്ള ഈ സമയം, ആ സമയത്തിന് നമ്മൾ വിളിക്കുന്ന ഇക്വേഷൻ ആണെന്ന് അറിയോ? ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ T വെച്ച് നമ്മൾ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത് അറിയോ? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. ആർക്കെങ്കിലും വേണമെങ്കിൽ എഴുതിയെടുക്കാം. ടോട്ടൽ ടൈം T ഡ്യൂറിംഗ് വിച്ച് പ്രൊജക്ടൈൽ ഈസ് ഇൻ ഫ്ലൈറ്റ്. ടോട്ടൽ ടൈം T ഡ്യൂറിംഗ് വിച്ച് ദ പ്രൊജക്ടൈൽ ഈസ് ഇൻ ഫ്ലൈറ്റ് ഈസ് കോൾഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. ഈ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഓഫ് മോഷന്റെ ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത് ഏതാണെന്നറിയോ? ഈ ഇക്വേഷൻ, അതായത് S is equal to ut plus half at square എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട്. S is equal to ut plus half at square എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ അറിയോ? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നു. S is equal to ut plus half at square. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് കമ്പോണന്റ് ഓഫ് ഡയറക്ഷൻ മാത്രം അറിയോ? വെർട്ടിക്കൽ ഡയറക്ഷൻ അഥവാ വൈ ഡയറക്ഷനുള്ള മോഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എക്സ് ഡയറക്ഷണൽ മോഷൻ ഉണ്ട്, പക്ഷേ വൈ ഡയറക്ഷണൽ മോഷനെ മാത്രം സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ടൈം ഓഫ് ഫ്ലൈറ്റിനെ കുറിച്ച് പഠിക്കാൻ പോകും. അപ്പോൾ വൈ ഡയറക്ഷനുള്ള മോഷൻ നമ്മൾ നോക്കാൻ പോകും. വൈ ഡയറക്ഷൻ മാത്രം നമ്മൾ മോഷൻ കൺസിഡർ ചെയ്തു കേട്ടോ. അപ്പോൾ വൈ ഡയറക്ഷനെ സംബന്ധിച്ച് ഒബ്ജക്റ്റ് ഇവിടുന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തു, ഒരു പർട്ടിക്കുലർ ഹൈറ്റിലെത്തി, തിരിച്ചെന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റ് ഇവിടെ തന്നെ വന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ തന്നെ പറഞ്ഞാൽ വൈ ഡയറക്ഷനുള്ള ഡയറക്ഷൻ കേട്ടോ. അതായത് ഒബ്ജക്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, വൈ ഡയറക്ഷനിൽ മുകളിലോട്ട് പോകുന്നു, തിരിച്ച് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? താഴോട്ട് തന്നെ വരുന്നു. അതല്ലേ ഇവിടെ സംഭവിക്കേണ്ട. വൈ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ വരുന്നുണ്ടല്ലേ. അപ്പോൾ വൈ ഡയറക്ഷനിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും അറിയോ? 0 ആയിരിക്കും. ഇനി വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്താ നമുക്ക് അറിയാലേ? നമ്മളോട് ഇപ്പം പറഞ്ഞതാണ് എന്താണ്? u sin θ ആണ് വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ആക്സലറേഷൻ. ആക്സലറേഷൻ എന്താ അറിയോ? നമ്മൾ പറഞ്ഞല്ലോ -g ആണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ടൈം. ടൈമിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്യാപിറ്റൽ T എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു യുവിന് പകരം u sin θ, ഇനി ടിക്ക് പകരം ക്യാപിറ്റൽ T, പ്ലസ് ഉണ്ട് ഹാഫ്, ആക്സലറേഷൻ എത്രയാണ്? -g ഇൻറ്റു ക്യാപിറ്റൽ T സ്ക്വയർ എന്നതിനായിട്ട് പറ്റും. ഇനി നോക്കിക്കേ, 0 ഈസ് ഈക്വൽ ടു u sin θ ഇൻറ്റു T. ഈ മൈനസ് വരുന്നത് എന്ത് സംഭവിക്കുന്നത്? ഇത് പ്ലസ് മൈനസ് ആവും, ഹാഫ് GT സ്ക്വയർ കിട്ടും. മൈനസ് ഹാഫ് GT സ്ക്വയർ അപ്പുറത്തെ അടുത്ത് എന്തായി മാറുന്നറിയോ? പ്ലസ് ഹാഫ് GT സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്താൻ പറ്റും u sin θ ഇൻറ്റു ക്യാപിറ്റൽ T എത്താൻ പറ്റും. ഈ ടി സ്ക്വയറിലെ എക്സ് സ്ക്വയറും ഒരു ടി വെട്ടിക്കുന്നു. അപ്പുറത്തെ 2 ടി, ഇവിടെ ഒരു ടി വെട്ടി പോകാമല്ലോ. നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ വേണമെന്ന് എന്ത് ചെയ്യണം? ജിയെയും 2നെയും ഇപ്പുറത്ത് കൊണ്ടുവരണം. താഴെ കിടക്കുന്ന 2 മേളിൽ വരും. അപ്പം എന്ത് വരും? 2u sin θ എന്ന് വരും. മനസ്സിലാകുന്നുണ്ടോ? ഇനി മേളിൽ കിടക്കുന്ന ജി താഴെ പോകും. എന്ത് വരും? താഴോട്ട് വരും. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്? E is equal to 2u sin θ divided by പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് പറഞ്ഞു. അതായത് അവിടെ എക്സ് ഡയറക്ഷനുള്ള ഒരു മോഷൻ ഉണ്ട്, അതുപോലെ വൈ ഡയറക്ഷനുള്ള ഒരു മോഷൻ ഉണ്ട്. പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു പാർട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടോ? ഈ പാർട്ടികൾ ഇങ്ങനെ പോയി ഇവിടെ വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊജക്ടൈൽ മോഷനെ നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കിക്കേ, എക്സ് ഡയറക്ഷനുള്ള ഒരു മോഷനായിട്ടും വൈ ഡയറക്ഷനുള്ള ഒരു മോഷനായിട്ടും ഇതിനെ തിരിച്ച് പഠിക്കുക. എക്സ് ഡയറക്ഷനിൽ പോകുന്ന സാധനം നോക്കിയാൽ പോകുന്നത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, ആക്സലറേഷൻ ഒന്നും ഇല്ലാതെ. എന്നാൽ വൈ ഡയറക്ഷനിൽ പോകുന്ന പാർട്ടികളിൽ ആദ്യം സ്പീഡ് കൂടി പോകുന്നു, മേളിൽ ചേരുന്നു, സ്പീഡ് 0 ആവുന്നു, താഴോട്ട് വരുന്നതോറും തിരിച്ച് സ്പീഡ് കൂടി വരുന്നു. അപ്പം വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നേരത്തെ ഡെറിവേഷനിൽ പറഞ്ഞായിരുന്നു. വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടങ്ങുമ്പോൾ തന്നെ തിരിച്ച് വരുന്നു, തുടങ്ങുന്നിടത്ത് ഇവിടെ തന്നെ തുടങ്ങി, ഇവിടെ തന്നെ തിരിച്ചു വരുന്നത്. വൈ ഡയറക്ഷണൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ 0 എന്ന് എടുക്കുന്നു കേട്ടോ. വൈ ഡയറക്ഷനുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നതായിരിക്കും അറിയോ? -g ആയിരിക്കും, അതായത് -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ അറിയാം, അതായത് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ H വെച്ചിട്ടാണ്. അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ എന്താ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു 2 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് മനസ്സിലായി. ഒരു ഒബ്ജക്റ്റ് പ്രൊജക്ട് ചെയ്യുന്നു, അത് ഏറ്റവും ഒരു പാരബോളിക് പാത്ത് ഫോളോ ചെയ്ത് അതേ ഗ്രൗണ്ടിൽ തന്നെ തിരിച്ചു വരുന്നത്. ഈ പരിപാടിയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ മാക്സിമം ഹൈറ്റ് എന്ന് സാധനം കേട്ടോ. ഈ പ്രൊജക്ടൈൽ അറ്റൈൻ ചെയ്യുന്ന ഏറ്റവും മാക്സിമം വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കി, ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഡയറക്ഷൻ നോക്കിയാൽ മതിയായിരിക്കും. നേരത്തെ ചെയ്ത പോലെ തന്നെ വൈ ഡയറക്ഷനുള്ള മോഷൻ മാത്രം നമ്മൾ സ്റ്റഡി ചെയ്താൽ മതി. എക്സ് ഡയറക്ഷനുള്ള മോഷനോടും അവിടെ കിടന്നോട്ട് നമ്മളിപ്പോൾ തൽക്കാലം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കണം. ഏത് ഇക്വേഷൻ ആണെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ, അതായത് നമ്മുടെ തേർഡ് ഇക്വേഷൻ v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നോക്കി, ഇനി ഒരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ നേരത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിറൈവ് ചെയ്തപ്പോൾ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള മോഷനാണ് കൺസിഡർ ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മൾ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഓയിൽ നിന്ന് തുടങ്ങി ഈ ഒരു പോയിന്റ്, നമ്മൾ പോയിന്റിന്റെ പേര് കൊടുക്കുകയാണ് ബി. ഓയിൽ നിന്ന് തുടങ്ങി ബി, അതായത് മാക്സിമം ഹൈറ്റ് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇത്രയും പാത്തിലെ മോഷൻ മാത്രം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇത്രയും പാത്തിൽ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തപ്പോൾ ഉള്ള വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് H എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഈ ഒബ്ജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം, ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. ആ ഇനിഷ്യൽ വെലോസിറ്റി വൈ ഡയറക്ഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? u sin θ ആണ്. അതാണ് വൈ ഡയറക്ഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയാം. ഈ അടുത്ത മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി, അതായത് u0 അല്ലെങ്കിൽ O എന്നുള്ള പോയിന്റിലെ വെലോസിറ്റിയാണ് u sin θ. B എന്നുള്ള പോയിന്റിലെ വെലോസിറ്റി, അതാണ് ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി B എന്ന് പറയുന്നത്. അതെന്താണെന്ന് അറിയാമോ? നമ്മൾ ഏത് ഡയറക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്? വൈ ഡയറക്ഷനുള്ള മോഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല. എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, വൈ ഡയറക്ഷനിലെ വെലോസിറ്റി ഈ പോയിന്റ് ആകുമ്പോൾ ബിയിലാകുമ്പോൾ എത്ര ആവും? 0 ആയി പോകും. അപ്പോൾ ഇവിടെ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി 0 ആണ്. ഇനി ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ വൈ ഡയറക്ഷനിലെ ആക്സലറേഷൻ എന്ന് പറയുന്നത് -g ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് H എന്ന് പറയുന്നത്. ഇനി നേരെ ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് കിട്ടും
സീറോ ഈസ് ഈക്വൽ ടു സീറോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീറോ എന്നറിയാമല്ലോ. ഇനി യുവിൻ്റെ വാല്യൂ എത്രയാണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 ഇൻറ്റു എത്രയാണ് മൈനസ് ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്ന് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി ഓക്കെ അവിടുത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്ത് നീക്കുക. സീറോ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh എന്ന് കിട്ടും. ഈ മൈനസ് 2gh ഇപ്പുറത്ത് എന്തായിട്ട് മാറും? പ്ലസ് 2gh ആയിട്ട് മാറും. ഈസ് ഈക്വൽ ടു എന്താണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറ്റും. എച്ച് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ 2g ഇപ്പുറത്ത് കൊണ്ടുവന്നു. എന്ത് സംഭവിക്കും? എച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ കിട്ടി എന്താണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g കിട്ടും. ഇതാണ് നമ്മുടെ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഹൊറിസോണ്ടൽ റേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ആർ വെച്ചിട്ടാണ്. എന്താ ഈ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്? നോക്കി, ഈ ഒബ്ജക്റ്റ് ഈ ഒ എന്നുള്ള പോയിന്റിൽ നിന്നാണ് അതിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ഫൈനലായിട്ട് എവിടെ എത്തി? ബിയിലെത്തി. അപ്പോൾ ഈ എക്സ് ഡയറക്ഷനുള്ള ഈ ദൂരം ഉണ്ടല്ലോ, ഈ ദൂരത്തെ നമ്മൾ എത്തുന്ന അറിയോ റേഞ്ച് എന്ന് പറയുന്നത്. അവൻ എവിടെ വരെ എത്തി? ഒരുത്തന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ അവൻ എവിടെ വരെ പോകും നമ്മൾ പറയത്തില്ല. അതുപോലെ ഒ തൊട്ട് ബി വരെയുള്ള ഈ ദൂരം, ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത് അറിയോ? റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പം ഇത് ഡിറൈവ് ചെയ്യാൻ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? എക്സ് ഡയറക്ഷനുള്ള മോഷൻ കൺസിഡർ ചെയ്യാം. എക്സ് ഡയറക്ഷനുള്ള മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ ഇക്വേഷൻ കൊടുക്കുന്നത്? ഇക്വേഷനെ ഉപയോഗിക്കാം. അതായത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലുള്ള ഈ ദൂരം എല്ലാം കണ്ടുപിടിക്കുന്നത്. നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആർ ആണ്. ഇനി ഇനിഷ്യൽ വെലോസിറ്റി ഇത്രയും നേരം നമ്മൾ യു സൈൻ തീറ്റ എടുത്തോണ്ട് ഇവിടെ മാത്രം തരുന്ന അറിയാം യു കോസിന്റെ കാര്യം എന്താ? എക്സ് ഡയറക്ഷനിലേക്കുള്ള കാര്യമാണ് പറയുന്നത്. ഈ ടൈം എന്താണ്? ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒ തൊട്ട് ബി വരെ എടുത്താനുള്ള സമയം, അതാണല്ലോ നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അത് കിട്ടും. അടുത്താണ് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഈ എക്സ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ എന്താ? എക്സ് ഡയറക്ഷനിൽ ത്രൂ ഔട്ട് വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആക്സിലറേഷൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷൻ എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ സീറോ എന്ന് കിട്ടും. ഇത്രയും സാധനങ്ങളെല്ലാം കിട്ടി കൊടുക്കാമല്ലോ. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ സംഘടിപ്പിച്ചു. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ യു എന്ന് പറയുന്നത് യു കോസ് തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി പ്ലസ് നോക്കിക്കേ ഈ എ സീറോ ആൻഡ് ഈ ടൈം ഫുൾ പോയല്ലോ. ഇനി അത് എഴുതേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇവിടെ വരെ നമ്മൾ എത്തി. ഇനി നമ്മൾ ഓൾറെഡി ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ഡിറൈവ് വെച്ചിട്ടുണ്ട്. എന്താ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി ആണ്. അപ്പോൾ ആ ഇക്വേഷൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ആർ ഈസ് ഈക്വൽ ടു എന്താ പറ്റും? യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി എന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കി ഇവിടെ എന്തൊക്കെയുണ്ട്? യു കോസ് തീറ്റ, ഇപ്പുറത്ത് യു സൈൻ തീറ്റ, 2u. ആ രണ്ട് യു നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറയുമോ? ആ രണ്ട് യുവിനെ കൂടെ ഒന്നിച്ച് എഴുതാൻ പോകും. യു ഇൻറ്റു യു എന്തായി മാറും? യു സ്ക്വയർ. പിന്നെ ബാക്കിയുള്ളവരെ ഒന്നിച്ച് പറക്കി എഴുതുന്നു. 2 ഉണ്ട്, സൈൻ തീറ്റ ഉണ്ട്, ബാക്കി കോസ് തീറ്റ ഉണ്ട്. ഓക്കെ, താഴെ ഒരു ജി ഉണ്ട്. ഇത്രയും റേഞ്ചിന്റെ ഇക്വേഷൻ എത്തി. ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ ജി എത്തി. ഇനി ട്രിഗ്നോമെട്രി പഠിച്ചവർക്ക്, മാത്സ് പഠിച്ചവർക്ക് അറിയാം. ഇനി പഠിക്കാത്തവരാണെങ്കിലും വിഷമിക്കേണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. സൈൻ 2 തീറ്റയുടെ ഫോർമുല എന്താ അറിയോ? 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് ഉത്തരം എന്താ അറിയോ? സൈൻ 2 തീറ്റ ആണ് ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഇതിന് പകരം ഈ എഴുതിയ ഇക്വേഷന് പകരം, അതായത് അതിനകത്ത് ഈ 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാൻ പോകുന്നത്? സൈൻ 2 തീറ്റ എന്ന് കൊടുക്കാനായിട്ട് പോകും. ഒന്നുമില്ല, സിമ്പിൾ കാര്യം. അപ്പോൾ റേഞ്ചിന്റെ ഇക്വേഷൻ ആയി മാറും ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. അതുപോലെ തന്നെ 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് പകരം സൈൻ 2 തീറ്റ ദ ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും? ജി വരും. ഇതാണ് നമ്മുടെ റേഞ്ചിന്റെ ഇക്വേഷൻ. ഈ 3 ഡെറിവേഷൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ലപോലെ എഴുതി പഠിക്കുക. 3 ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കിക്കൊണ്ട് പോയിട്ട് ഡെറൈവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട ഇക്വേഷൻസ് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി. അതുപോലെ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. അതിപ്പോൾ നമ്മൾ ഡെറൈവ് ചെയ്ത ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി.